എല്ലാവർക്കും മിനിസ് വെള്ളിലേക്ക് സ്വാഗതം. ഇത് എൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്ത് കാണിച്ചത് കൂൺ പെല്ലറ്റ് ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ എങ്ങനെ ബെഡ് തയ്യാറാക്കാമെന്നും കൂൺ കൃഷി ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ്. ആ വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾ തീർച്ചയായും അത് കാണണം. അതിനുശേഷം ഈ വീഡിയോ കാണുന്നതായിരിക്കും കൂടുതൽ ഉപകാരപ്രദമാവുന്നത്. ആ വീഡിയോ കണ്ടതിന് ശേഷം കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും ധാരാളം പേര് വിളിക്കുകയും കൂൺ കിറ്റിന് ഓർഡർ ചെയ്യുകയും അവരെല്ലാവരും വളരെ വിജയകരമായിട്ട് കൂൺ കൃഷി ചെയ്ത് ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ച് തന്നിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ ബെഡ് തയ്യാറാക്കിയപ്പോൾ ചില വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുറേ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ചിലർക്ക് ടേപ്പ് ഒട്ടിക്കുമ്പോൾ ശരിയാകുന്നില്ല, ഉറിയിൽ എടുത്തു വെക്കാൻ പറ്റുന്നില്ല, തിളച്ച വെള്ളം കവറിലേക്ക് ഒഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇതിനെല്ലാമുള്ള ഒരു പരിഹാരമായിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. വേറൊരു തരത്തിൽ കൂൺ പെല്ലറ്റ് ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ എങ്ങനെ ബെഡ് തയ്യാറാക്കാമെന്ന രീതിയാണ് ഇവിടെ ഞാൻ കാണിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതുപോലുള്ള കവറിലേക്ക് 1 കിലോ അളന്ന പെല്ലറ്റിലേക്ക് 1.5 ലിറ്റർ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന രീതിയാണ് കണ്ടത്. അതിനു പകരം കവർ ഒഴിവാക്കി വേറെ രീതിയിൽ ബെഡ് തയ്യാറാക്കുന്ന രീതിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 1 കിലോ ശ്രദ്ധിക്കേണ്ട കാര്യം, 1 കിലോ പെല്ലറ്റിന് 1.5 ലിറ്റർ ആയിരിക്കണം തിളച്ച വെള്ളം. അതും തിളച്ച വെള്ളം ഒഴിക്കണം. 1.5 ലിറ്റർ ആയിരിക്കണം. വെള്ളം കൂടിയും പോകരുത്, ഒട്ടും കുറഞ്ഞും പോകരുത്. അപ്പോൾ കവറിന് പകരം നമ്മൾ ഇതുപോലെ വൃത്തിയാക്കിയ ഒരു പാത്രത്തിലേക്ക് പെല്ലറ്റ് ഇട്ട് ഇനി ഇതിലേക്ക് നമ്മൾ നല്ല തിളച്ച അളന്ന് വെച്ച 1.5 ലിറ്റർ തിളച്ച വെള്ളം ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകണേ. അപ്പോൾ ഇതുകൊണ്ട് നല്ല കുതിർന്ന പൊങ്ങി വരുന്നുണ്ടോ? കുതിർന്ന് പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളിത് അടച്ചു വെക്കുന്നു. നല്ലൊരു പാത്രമുള്ള ഒരു അടപ്പ് വെച്ച് മൂടി വെക്കുന്നു. ഇനി ഇത് തണുക്കണം. തണുത്തതിന് ശേഷമാണ് ബെഡ് തയ്യാറാക്കുന്നത്. ഒരു 4-5 അല്ലെങ്കിൽ 6-7 മണിക്കൂർ ആയാലും കുഴപ്പമില്ല. ഇതിനുള്ളിലെ പെല്ലറ്റ് നല്ല രീതിയിൽ തണുത്തതിന് ശേഷം നമ്മൾ ബെഡ് തയ്യാറാക്കണം. ഇതാണ് നമ്മൾ നേരത്തെ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തു വെച്ച പെല്ലറ്റ്. ഇപ്പോൾ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് ബെഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ നല്ല രീതിയിൽ തണുത്ത് പൊങ്ങി വന്നിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമ്മളിത് നല്ല രീതിയിൽ ഒരു കയ്യിലെടുത്തിട്ട് സാനിറ്റൈസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കട്ടയൊക്കെ ഉടച്ച് കൊടുക്കുക. ഈ 1 കിലോ പെല്ലറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ 1.5 ലിറ്റർ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. വേണമെങ്കിൽ നമുക്ക് 2 കിലോ പെല്ലറ്റ് ഒരുമിച്ചിട്ടിട്ട് 3 ലിറ്റർ വെള്ളവും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുമിച്ച് ഇവിടെ തയ്യാറാക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് വലുപ്പത്തിലുള്ള പാത്രം നമ്മൾ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇതാണ് കൂൺ വിത്ത്. ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിടാം. അതിന് മുമ്പ് പാത്രമൊക്കെ ഒന്ന് സാനിറ്റൈസ് ചെയ്യണേ. പിന്നെ നമ്മുടെ കയ്യും നമ്മൾ എടുക്കുന്ന അളവ് പാത്രവും ഈ വിത്ത് നമ്മൾ ഈ പാത്രത്തിലേക്ക് പൊട്ടിച്ചിടാം. എന്നിട്ട് ഇതൊന്ന് ഉടക്കുക. ഉടച്ചെടുത്തിട്ട് ഇനി നമുക്ക് PP കാറിൻ്റെ ആവശ്യമില്ല. കാരണം ഇത് തണുത്ത പെല്ലറ്റാണല്ലോ. അതുകൊണ്ട് ഇതുപോലെ സാധാ ഒരു കവർ എടുത്താൽ മതി. എന്നിട്ട് ആദ്യം കുറച്ച് അടിഭാഗത്ത് കുറച്ച് വിത്ത് വിതറി കൊടുക്കുന്നു. പിന്നെ നമ്മൾ ഈ പെല്ലറ്റ് തട്ടാക്കി കൊടുക്കും. നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ തന്നെ തട്ടാക്കി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നെങ്കിലും മെല്ലെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വിത്ത് സൈഡിൽ കൂടി ഇട്ട് കൊടുക്കാം. സൈഡിലൂടെ തന്നെ ഇടണമെന്നില്ല കേട്ടോ. നടുക്കൂടെ ചാടി നിർത്തി യാതൊരു കുഴപ്പമില്ല. കാരണം ഈ ബെഡ് മൊത്തം
മൈസീലിയം പടരേണ്ടതാണ്. കുറച്ച് നടുക്കൂടെ നോക്കി കൊടുക്കാം. സൈഡിൽ കൂടെ മാത്രം നമ്മൾ നോക്കിയിടേണ്ട ആവശ്യമില്ല. പിന്നെ രണ്ടാമത് അതുപോലെ തന്നെ നമ്മൾ വീണ്ടും പെല്ലറ്റ് മൂടിയിടുന്നു. അടുത്തതായിട്ട് നമ്മൾ സാധാ ചെയ്യുന്ന രീതി തന്നെ എന്നിട്ട് ഇങ്ങനെ പിടിച്ചൊന്ന് അമർത്തി കൊടുക്കുന്നു. ഇതുപോലെ ഇട്ടിട്ട് കൊടുക്കുന്നു. വീണ്ടും പെല്ലറ്റ് ഇട്ട് കൊടുക്കുന്നു. പ്രസ് ചെയ്ത് കൊടുക്കുന്നു. വീണ്ടും ഇട്ടിട്ട് കൊടുക്കുന്നു. നടുക്കോടെ കുറച്ചിട്ട് കൊടുത്തു. പെട്ടെന്ന് മൈസീലിയം പടരാൻ എളുപ്പമുണ്ട്. ബാക്കിയുള്ള പെല്ലറ്റ് കൂടിയിട്ട് കൊടുത്ത് ഇത് ഒരു പാക്കറ്റ് വിത്താട്ടോ. നമുക്ക് ഒരു ബെഡും കൂടി ചെയ്യാനുള്ള വിത്താണ് ഇതിലുള്ളത്. ഒരു ബെഡിന് കൂടി വേണ്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കിത് മുഴുവൻ എടുക്കേണ്ട ആവശ്യമില്ല. മുകളിൽ കുറച്ച് വിത്ത് വിതറിയിട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ റബ്ബർ ബാൻഡ് ഇട്ട് ഇതിൻ്റെ മുകളിൽ കെട്ടിക്കുക. ടേപ്പ് ഒട്ടിക്കുന്നതിന് പകരം നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ടേപ്പ് ഒട്ടിക്കുമ്പോൾ നമ്മൾ ഡയറേഷന് വേണ്ടിയിട്ടാണ് ടേപ്പ് ഒട്ടിക്കുന്നതിന്. അതിന് പകരം നമ്മൾ ഒരു സൂചിയോ പിന്നോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മൾ ഹോൾസ് ഇട്ട് കൊടുക്കണം. കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുക. താഴെ മുകളിൽ നോക്കിയായിട്ട് മൊത്തത്തിലിടണം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കൂൺ ബെഡ് തയ്യാറായിട്ടുണ്ട്. ഇത്രയുമാണ് 1 കിലോ പെല്ലറ്റ് കൊണ്ട് ഉണ്ടാക്കിയ കൂൺ ബെഡ്. ഇത്രയും പണികൾ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ബെഡ് നിർമ്മിക്കാൻ പറ്റും. ഇതുപോലെ തയ്യാറാക്കിയ നമ്മുടെ ബെഡുകൾക്ക് ആദ്യം ഒരു 20 ദിവസം നല്ല ഇരുട്ടാണ് വേണ്ടത്. ഇരുട്ടുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും അവിടെ നിന്ന് വൃത്തിയാക്കി നമുക്ക് ഈ ബെഡുകൾ വയ്ക്കാവുന്നതാണ്. അതിനുശേഷം 20 ദിവസത്തിന് ശേഷം ബെഡ് നല്ല രീതിയിൽ വെള്ള കളറിലേക്ക് വന്നതിന് ശേഷം 20-25 ഒരു 3-4 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല. കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ബെഡ് നല്ല രീതിയിൽ വെള്ള കളറിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ഒരു 4-5 സ്ഥലത്ത് കീറി കൊടുത്തിട്ട് വെള്ളം നല്ല സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ട നല്ല വായുസഞ്ചാരമുള്ള സ്ഥലത്ത് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് കൂണുണ്ടാവുകയുള്ളൂ. ഇരുട്ടുമുറിയിൽ പിന്നെ വെക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള സ്പ്രേ ചെയ്യാനുള്ള സാധനങ്ങൾ 10-15 രൂപ കൊടുത്ത കടകളിൽ കിട്ടുന്നതാണ്. പിന്നെ അത് ഇതുപോലെ ഒരു കുപ്പിയിലേക്ക് കണക്ട് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. 4-5 പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുത്തതിന് കുഴപ്പമില്ല. ഇപ്പോൾ കാലാവസ്ഥയിൽ മാറി വരുന്ന സമയത്ത് കുറച്ചുകൂടി അധികം ബെഡുകളുള്ളവർക്കാണ് ഇത് ഇച്ചിരി ഇതുപോലെയുള്ള കുറച്ച് വലിയ ബോട്ടിലുകൾ മേടിച്ചിട്ട് നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. 4-5 തവണ സ്പ്രേ ചെയ്ത് കൊടുക്കണം. കാലാവസ്ഥ മാറിയ സമയത്ത് പരമാവധി നല്ല രീതിയിലുള്ള തണുപ്പ് കിട്ടുന്ന ഒരു അന്തരീക്ഷം നമ്മൾ അതിന് ക്രമീകരിച്ച് കൊടുക്കണം. നിലമൊക്കെ നല്ലപോലെ നനച്ചാൽ പുറത്താ ഷെഡിലാണെങ്കിൽ നിലമൊക്കെ നല്ലപോലെ നനച്ച് കൊടുക്കുക. സൈഡിൽ കൂടെ ഗ്രീനെറ്റ് കെട്ടിയതിൻ്റെ ഇടയ്ക്ക് കൂടി ചണച്ചാക്കൊക്കെ കെട്ടി തൂക്കി അതിലെ വെള്ളം നനച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു തണുത്ത അന്തരീക്ഷം നമുക്ക് ഷെഡിൽ നിലനിർത്താൻ സാധിക്കും. നിങ്ങൾക്ക് ഇതുപോലെ കൂൺ കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ വിളിക്കാൻ മറക്കരുത്. കൂൺ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ കൊറിയറായോ പാഴ്സലായോ അയച്ചു തരുന്നതാണ്. ഒരു കൂൺ കിറ്റിലുള്ളത് ഒരു പാക്കറ്റ് കൂൺ വിത്തും 2 കിലോ ഓരോ കിലോയുടെ 2 കിലോ പെല്ലറ്റ് PP കവറിലാണ് തരുന്നത്. ഇതുകൊണ്ട് നിങ്ങൾക്ക് 2 ബെഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നത് വരെ ബൈ.